വെച്ചോ സദസ്യ സ്ഥാനം രാജിവെച്ചുമാണ്. വെച്ചോ രാഹുലാണ് അല്ല അല്ല റിപ്പോർട്ടിന്റെ ബഹുമാനായ മാധ്യമപ്രവർത്തനം അങ്ങനെ തന്നെ പറയുകയാണ് ഞാൻ രാജിവെച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ എപ്പോ വെച്ചു, ആർക്കാണ് ഈ രാജിക്കത്ത് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഞാൻ പറയാം. അപ്പോൾ അങ്ങ് രാജിവെച്ചില്ലാണോ? അപ്പൊ ഞാനെന്ത് പറയട്ടെ, എന്റെ തീരുമാനം പറയാൻ വേണ്ടിട്ടല്ലേ വിളിച്ചത്. അല്ല ഞാൻ പറയാനുള്ളത് പറയുന്നതിന് മുമ്പ് റിപ്പോർട്ടിന് എന്തിനാ എത്ര വ്യഗ്രത? അപ്പൊ നമുക്ക് ആദ്യം പറയാനുള്ളത് പറയട്ടെ. ഇനി ഒരുപാട് ഗൗരവമേറിയ ആരോപണങ്ങൾ പലപ്പോഴും നടിയുടെ ആരോപണം വരുന്നു, ശബ്ദരേഖകൾ വരുന്നു. കാര്യങ്ങൾ നിസ്സാരമല്ല. സ്വന്തം പ്രസ്ഥാനത്തിൽ തന്നെ രാജി ആവശ്യപ്പെട്ടു പരസ്യമായ പ്രതികരണങ്ങൾ പോലും ഉയർന്നിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ മറുപടി? ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ പോലും, ഞാൻ എല്ലാവരുമായി സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായി, പ്രതിപക്ഷ നേതാവുമായി, AICC ജനറൽ സെക്രട്ടറിമാരുമായി, ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു. ഈ നിമിഷം വരെ എന്നോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ അങ്ങ് തന്നെ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്, ഒരു യുവനടിയുടെ ആരോപണങ്ങൾ വന്നുവെന്ന്. ആ യുവനടി എൻ്റെ അടുത്ത സുഹൃത്താണ്. അവർ എന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വിശ്വസിക്കുന്നുമില്ല. അവര് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മാധ്യമങ്ങളാണ് എൻ്റെ പേര് കൊടുത്തു നിൽക്കുന്നത്. അവരെൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ അടുത്ത കാലം വരെയും നല്ല കമ്മ്യൂണിക്കേഷൻ, ഈ അടുത്ത കാലം പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടില്ല, വളരെ അടുത്ത സുഹൃത്താണ്. അപ്പൊ അതുകൊണ്ട് അവരെന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ടല്ലോ. ആ സൗഹൃദങ്ങളുടെ ഭാഗമായിട്ട് അവരെന്റെ സുഹൃത്താണ്, ഇപ്പോഴും അടുത്ത സുഹൃത്താണ്. അത് നാളുകളിലും അടുത്ത സുഹൃത്തായിരിക്കും. അവരെന്നെ പറ്റിയിട്ടല്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അല്ല ഞാൻ പറയല്ലേ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സഹോദര. അപ്പോ അവര് എന്റെ പേര് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തിരിച്ചും മറിച്ചും അങ്ങയുടെ മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടും അവരെന്റെ പേര് നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാനും ഇത് കണ്ട ഒരാളെന്ന നിലയിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും ഒരു നിങ്ങൾ സൂചിപ്പിക്കുന്ന പോലെ എന്റെ പേര് ആരെങ്കിലും ഗൗരവതരമായി ഒരു പരാതിയായി പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോഴും എന്റെ ഉറച്ച വിശ്വാസം, ഇപ്പോഴും എന്റെ ബോധ്യം, ഞാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായി, ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം വരെ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പൊ നിങ്ങള് പിന്നെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളിൽ പോലും ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ? ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനകത്ത് എനിക്കെതിരായിട്ടൊരു പരാതി ഉണ്ടോ? ഇനി പരാതി ആർക്കും കൊടുക്കാം. അപ്പൊ നിങ്ങൾക്കെതിരെ എനിക്കും പരാതി കൊടുക്കാം. എനിക്ക് പരാതി ചമപ്പിക്കാനും പറ്റും. അതെല്ലാം ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അതൊക്കെ പറ്റും. പക്ഷെ ആ ചമയ്ക്കപ്പെട്ടൊരു പരാതി പോലും എനിക്കെതിരായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനി ആർക്കെങ്കിലും എന്നെ പറ്റിയിട്ട് അത്തരത്തിൽ പരാതി ഉണ്ടോ? സ്വാഭാവികമായിട്ടും അവർക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് പരാതി കൊടുക്കാം. ഈ രാജ്യത്ത് കോടതിയുണ്ട്, നീതിന്യായ സംവിധാനങ്ങളുണ്ട്. ആ നീതിന്യായ സംവിധാനങ്ങളിൽ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യും. ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ കാലത്താണെന്ന് ആലോചിക്കണം. അത്തരത്തിലൊരു പരാതി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഇതൊന്നും സാധ്യമല്ലാത്ത കാലമൊന്നും അല്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ലാത്ത കാലമൊന്നും അല്ല. ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. എന്തിനാണ് ഒരു ചോദ്യം പ്ലേസ് ചെയ്തിട്ട് ഇത്ര തിടുക്കം? എന്തിനാണ് കൈരളിക്ക്? ഞാൻ പറയല്ലേ, മറുപടി പറയുകയല്ലേ. ഞാൻ മറുപടി പറയാൻ അനുവദിക്കണ്ടേ? അപ്പോ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ? അങ്ങയോട് ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് അങ്ങയോട് ആരെങ്കിലും, ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അങ്ങനെ ഒരു അങ്ങ് സൂചിപ്പിക്കുന്ന പോലെ ഗർഭചിത്രം നടന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി അങ്ങയുടെ മുന്നിൽ വന്നിട്ടുണ്ടോ? ഒരു പരാതി വന്നാൽ ഞാൻ അതിന് മറുപടി പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും പ്രയാസമുള്ള ഒരു കാലം ഞാൻ പറഞ്ഞല്ലോ. അതായത് ഞാൻ അങ്ങയോടുള്ള തിരിച്ചുള്ള ചോദ്യം, അങ്ങയോടുള്ള ചോദ്യം, അതായത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്ന ഏത് മൊമെന്റിലാണ്? ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി, ഇപ്പൊ നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഗർഭചിത്രം നടത്തുവാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ പൂർത്തീകരിക്കട്ടെ. പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പരാതി ഉണ്ടോ? അപ്പൊ നമുക്കത് അന്നേരം നോക്കാം. അന്നേരം അവരത് പരാതി കൊടുക്കട്ടെ. ആ പരാതി കൊടുക്കുമ്പോൾ നമുക്കത് നിയമപരമായി നേരിടാം. ഈ രാജ്യത്ത് ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ സഹോദര. നിങ്ങൾ ഈ വ്യഗ്രത കാണിക്കുന്നതിനാ? കൈരളിയുടെ തിടുക്കമൊക്കെ എനിക്ക് മനസ്സിലാകും. അല്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ സമ്മതിക്കുന്നത് കൈരളിയുടെ ഈ തിടുക്കം ഒരു പരാതിക്കാരി ആരോപണം ഉന്നയിച്ച് പുറത്തേക്ക് വന്ന ശ്രീ മുകേഷ് MLA-ക്കെതിരായിട്ട് കൈരളിയുടെ ഒരു തിടുക്കം ഞാൻ കണ്ടില്ല. ഒന്ന് പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. അങ്ങനെ ഒരു പരാതിക്കാരി പരാതി വന്ന് പുറത്തു വന്ന് പറഞ്ഞ ശ്രീ മുകേഷ് MLA-ക്കെതിരായിട്ട് അങ്ങയുടെ ആത്മരോഷം ഞാൻ കണ്ടില്ല. ഇനി ശബ്ദരേഖയുടെ വിഷയത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ
ശ്രീ AK ശശീന്ദ്രനെതിരായിട്ട് അങ്ങയുടെ കൈരളി മാധ്യമ സ്ഥാപനത്തിന്റെ ഈ വ്യഗ്രത ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയട്ടെ, കൈരളി ഞാൻ പറയാനുള്ള കാര്യം പറയട്ടെ. അതിനിടയ്ക്ക് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ മറുപടി പറയുന്നത്. ഈ സമയത്ത് എന്താണ്? ഈ സമയത്ത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം അതിശക്തമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പോലും വലിയ അന്തചിത്രങ്ങൾ ഉണ്ടാകുക. നിങ്ങൾ പരാതിയില്ലാത്ത ഗർഭചിത്രത്തെ പറ്റി പറയുമ്പോൾ പുറത്തു വന്ന അന്തചിത്രങ്ങളെ പറ്റി എന്താ പറയാത്തത്? പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. CPM-നകത്ത് രൂക്ഷമായ അന്തചിത്രങ്ങൾ, കഴിഞ്ഞ ദിവസത്തെ കത്ത് വിവാദം അടക്കം, പാർട്ടി സെക്രട്ടറിയുടെ മകൻ പുറത്തുവിട്ടു എന്ന് പറയുന്ന വിവാദം അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ഈ ചർച്ചകളെ ആകെ വ്യതിചലിക്കാൻ ഇപ്പൊ കോൺഗ്രസ് ഹാൻഡിലുകൾ സൈബർ മേഖലയിൽ, ഞാൻ അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ഞാൻ സഹോദരൻ, ഞാൻ മറുപടി സഹോദര, ഞാൻ ആ കോൺഗ്രസിന്റെ അനുഭാവി എന്നെ പറ്റിയിട്ട് പറഞ്ഞോ? എന്റെ പേര് പറഞ്ഞോ? അങ്ങയോട് പറഞ്ഞോ? കോൺഗ്രസിന്റെ അനുഭാവിയായ വ്യക്തി എന്റെ പേര് അങ്ങയോട് പറഞ്ഞോ? അല്ല അങ്ങയോട് പറഞ്ഞോ? അല്ല ഞാൻ ഞാനൊരു കാര്യം പറയുകയല്ലേ, ഞാൻ ചോദിക്കുന്ന ഞാനൊരു കാര്യം പറയുകയല്ലേ. നിങ്ങളുടെ ഏത് ചോദ്യം? ഞാൻ ഇവിടുന്ന് രാജ്യം വിട്ടു പോയിട്ടില്ലല്ലോ, ഞാൻ എന്റെ വീട്ടിലിരിക്കുകയല്ലേ, അല്ലേ? ഞാൻ ഇന്ന് പരിപാടികൾ പങ്കെടുത്ത് ഉച്ചയ്ക്ക് ഞാൻ എന്റെ വീട്ടിലിരിക്കുകയാണ്, ഞാൻ രാജ്യം വിട്ടു പോയിട്ടില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ മകനുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പം അങ്ങയുടെ സ്ഥാപനം മൈക്കും പിടിച്ചുകൊണ്ട് ലിഫ്റ്റിന്റെ പുറകെ പോകുന്നുണ്ടല്ലോ. മറുപടി പറയാൻ ഉദ്ദേശിക്കുക അസംബന്ധങ്ങൾക്ക് മറുപടിയില്ല എന്നായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ മറുപടി. ഞാൻ അങ്ങനെയൊന്നും ചെയ്തല്ലോ, ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ആദ്യം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ. എന്തിനാ ഈ വ്യഗ്രത? ഞാൻ പോകുന്നില്ലല്ലോ. ശരി, ഇനിയും അങ്ങയോടുള്ള ചോദ്യം, എനിക്കെതിരായിട്ട് ആരുടെയെങ്കിലും പരാതി അങ്ങ് കിട്ടിയിട്ടുണ്ടോ? ഈ നാട്ടിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരായിട്ടുള്ള പരാതി ഉണ്ടോ? എനിക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു പരാതി പറഞ്ഞല്ലോ, ആർക്കും പരാതി ചമയ്ക്കാം. CPM ഒക്കെ വിചാരിച്ച് എളുപ്പത്തിൽ പറ്റും. അങ്ങനെ ഞാൻ ഒന്ന് പറയട്ടെ. രാഹുലിന്റെ പേര് സഹോദരൻ, അത് കളവാണെന്നാണോ? എന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ച ആളുടെ പേര് അങ്ങ് പറയും. ഹണി ഭാസ്കർ അങ്ങയുടെ പേര്. ഹണി ഭാസ്കർ എന്താ പറഞ്ഞത്? അങ്ങ് ഹണി ഭാസ്കറിനെ പറ്റി മറ്റുള്ളവരുടെ മോശമായ രീതി പ്രചരിപ്പിക്കും. അത് അവർക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അവരെന്തെങ്കിലും തെളിവ് അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് പറയട്ടെ. ഞാൻ തീർച്ചയായിട്ടും അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ എന്താണ്? അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ ഒരു ചാറ്റിന്റെ ശ്രീലങ്കയും ഒരു വെള്ള ഹൃദയ ചിഹ്നമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. അതിന് താഴോട്ടുള്ള സംഭാഷണം അവർ പങ്കുവെക്കാത്തത്. സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവരും കുറ്റകൃത്യം ചെയ്യുന്ന നിയമം പറയേണ്ടി വരത്തില്ലേ? രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവർ ചെയ്തും കുറ്റകൃത്യമാണെന്ന് പറയട്ടെ. അങ്ങനെ ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നത്. അവർ പറഞ്ഞത് രാഹുൽ അവരുമായി മോശമായി ചാറ്റ് ചെയ്യുമെന്ന് രാഹുൽ മറ്റാളുകളോട് പറഞ്ഞു എന്നാണ്. അത് അവരല്ലേ തെളിയിക്കണ്ടേ? MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.